ഗെയിം തുടങ്ങുമല്ലേ? 30. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അതിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. അങ്ങനെ 9 o'clock ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ഓഫീസിലെത്തി. ഇനി നമുക്ക് കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ ആവാം. അപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷനായിട്ട് ആദ്യം നമ്മുടെ ക്രിസ്മസ് ട്രീ നേരത്തെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അസംബിൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീ എല്ലാം നല്ല രീതിയിലൊന്ന് സെറ്റാക്കി എടുത്തു. അതിനുശേഷം ഇനി ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് എല്ലാം കൂടെ അതിൽ ഹാങ് ചെയ്യണം. അപ്പം നമുക്ക് സ്റ്റാർസും ബോൾസും എല്ലാം വെച്ച് ഞങ്ങളത് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഗിഫ്റ്റ് ഐറ്റംസും എല്ലാം വെച്ച് അത്യാവശ്യം അവിടെയൊക്കെ ഒന്ന് കളർഫുള്ളാക്കി എടുത്തു. ഇതാണ് നമ്മുടെ ക്രിസ്മസ് കേക്ക് കേട്ടോ. ഈ ക്രിസ്മസ് കേക്ക് നമുക്ക് ചെയ്തു തന്നത് ജസ്ന ചേച്ചിയാണ്. ഐൻസ് ബേക്കേഴ്സാണ് ചേച്ചിയുടെ ഇതിൻ്റെ പേര്. അത് FBയിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കേക്കുകൾ വേണമെങ്കിൽ ജസ്ന ചേച്ചി ഇതിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. ഈ എക്സ്പ്രഷൻ പോലെ തന്നെ കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് മാത്രമല്ല, നമുക്ക് ഇപ്രാവശ്യം 2 ബോട്ടിൽ വൈനാണുള്ളത്. ഈ വൈൻ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം നല്ല കളർഫുള്ളും ആയിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. ഇതൊന്നും അല്ലാതെ സ്പെഷ്യലായിട്ട് നമ്മുടെ വിൽസി ചേച്ചി ഹോം മെയ്ഡായിട്ട് ചെയ്ത ഒരു ബോട്ടിൽ വൈനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിച്ച വൈൻ കുടിച്ചു. സെക്കൻഡ് ഞങ്ങൾ വിൽസി ചേച്ചിയുടെ വൈൻ കുടിച്ചു. ഇതാണ് കേട്ടോ ചേച്ചി കൊണ്ടുവന്ന വൈൻ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിൽ ഈസ്റ്റോ അങ്ങനെയൊന്നും ഇടാതെ ഹോം മെയ്ഡായിട്ട് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ഫൺ ആക്ടിവിറ്റീസ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിലത്തെ ഗെയിം എന്താണെന്ന് വെച്ചാൽ മാഷ്മെലോ വിത്ത് ചോപ്സ്റ്റിക് ആയിരുന്നു. ഈ മാഷ്മെലോ ചോപ്സ്റ്റിക്ക് വെച്ച് എടുത്തതിന് ശേഷം മാക്സിമം മുകളിലായി എത്ര എണ്ണം വെക്കുന്നോ അവരാണ് വിന്നർ. 30 സെക്കൻഡ്സിനുള്ളിൽ തീർക്കുകയും ചെയ്യണം. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഗെയിം കേട്ടോ. ഇതിൽ കുറേ പേരൊക്കെ 5 എണ്ണം 4 എണ്ണം ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഈ ഗെയിം കളിച്ചു കേട്ടോ. അങ്ങനെ എൻ്റെ ഊഴവും വന്നു കേട്ടോ. മത്സരം എനിക്ക് പണ്ടേ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായി തോറ്റു കൊടുക്കുകയായിരുന്നു. എല്ലാവരെയും തോൽപ്പിച്ച് കയ്യിലെടുത്ത ഈ 3 വിന്നേഴ്സാണ് കേട്ടോ. ഇനി ഇവർ 3 പേരും കൂടെ ആവട്ടെ അടുത്ത മത്സരം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗെയിം. ഇത് ജെംസ് വിത്ത് സ്ട്രോ ആണ് കേട്ടോ. ഈ സ്ട്രോയിൽ കൂടെ നമ്മുടെ എയർ മുകളിലേക്ക് വലിച്ച് ഓരോ ജെംസും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടണം. ഏറ്റവും കൂടുതൽ ജെംസ് മാറ്റിയിടുന്ന ആരാണോ അവരാണ് വിന്നർ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഗെയിം. ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബലൂൺ നന്നായി വീർപ്പിച്ചതിന് ശേഷം ആ എയർ കൊണ്ട് ഈ ഗ്ലാസസ് ഓരോന്നായി വീഴ്ത്തണം. അതായിരുന്നു ഗെയിം. സർവകാല റെക്കോർഡിലേക്ക് 1.56 ആയി കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള സെലക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പേരുകൾ കിട്ടിയിട്ടുണ്ട്. എല്ലാം സീക്രട്ട് ആക്കി വെച്ചു. ഇനി ഓരോരുത്തരുടെ നമുക്ക് കിട്ടിയ ആളുടെ മാനറിസം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന
അങ്ങനെ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടോ. ഇനി നമുക്ക് ലഞ്ച് ടൈമാണ്. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. എപ്പോഴും നമ്മൾ ഇൻഫോ പാർക്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കാറ്. ഇപ്രാവശ്യം നമ്മൾ പുറത്താണ് പോയി കഴിക്കുന്നത് കേട്ടോ. ഇത്തവണ നമ്മൾ പോയത് കഫേ ഡി ബ്ലൂ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. അങ്ങനെ വൈവിധ്യമാർന്നതും കളർഫുള്ളുമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങളുള്ള ഒരു നല്ല ബുഫേ ആയിരുന്നു കേട്ടോ. എവിടെ തുടങ്ങണം എന്ന് മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. എല്ലാം പയ്യെ കഴിക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഞങ്ങളെല്ലാവരും ഓരോ സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കഴിച്ചത് ചിക്കൻ സൂപ്പാണ്. മഷ്റൂം സൂപ്പും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എല്ലാവരും ഫുഡ് കഴിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ സൂപ്പിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ഈ ചെറിയ ചൂടോട് കൂടിയ സൂപ്പ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ കഴിക്കാനായിട്ട് എടുത്തത് കേരള പൊറോട്ട, ബട്ടർ ചിക്കൻ, പിന്നെ പുലാവ്, സാലഡ്, ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഇനി കഴിക്കുന്നതിലേക്ക് കിടക്കാം. അപ്പം നല്ല നാടൻ കേരള പൊറോട്ട എടുത്തത് ഇതുപോലെ ബട്ടർ ചിക്കനിൽ മുക്കി നല്ല ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ മെയിൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് മധുരം കഴിക്കാം. അതിനായിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള പുഡിങ്ങും ഐസ്ക്രീമും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും. പിന്നെ നമ്മുടെ കഫേയുടെ അവിടെ നിന്ന് തന്നെ കുറച്ച് സെൽഫീസ് ആവാം, ഫോട്ടോസ് ആവാം. പിന്നെ അതിൻ്റെ ഒരു സെക്ഷൻ ആയിരുന്നു. ഒന്നിലും മുട്ടും കുറവ് വരുത്താൻ പാടില്ലല്ലോ. കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു തിയറി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓഫീസ് ക്രിസ്മസ് സെലിബ്രേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.